അത് ഈത്തപ്പനയുടെ ഉണങ്ങി ചുരുണ്ട ഈത്തപ്പന കോക പോലെ ആയിത്തീരുന്നത് വരെ, അല്ലെങ്കിൽ ചണ്ടിയായ അതിന്റെ ഒരു കൊലയുടെ നാരായിത്തീരുന്നത് വരെ. സൂര്യനെ ചന്ദ്രന് നമ്മൾ എന്ത് ചെയ്തു? മനാസിലിനെ അഥവാ സഞ്ചാര പദങ്ങളെ 28 സഞ്ചാര പദങ്ങളാണ് ചന്ദ്രനുള്ളത്. 28 സഞ്ചാര പദങ്ങൾ. ആ 28 പ്രാവശ്യം 78 ദിവസം അത് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ മാസം 29 ഉള്ളുവെങ്കിൽ ഒരു ദിവസത്തിന് കാണില്ല, ഒന്നിന്റെ മറ്റു ചന്ദ്രൻ വീണ്ടും കാണും. അല്ല 30 ഉണ്ടെങ്കിൽ 2 ദിവസം കാണില്ല. ഒരു മാസത്തിൽ 2 ദിവസം ചന്ദ്രനില്ല, നമ്മുടെ കാഴ്ചയിലില്ല. 28 ആയാൽ 28 ദിവസം വരെ ചക്രവാളത്തിൽ ചന്ദ്രൻ ഉണ്ടാവുള്ളൂ. 29 അന്നില്ല, 30 അന്നുമില്ല. അപ്പൊ മാസത്തിൽ 28 സഞ്ചാര പദങ്ങളെ ഈ ചന്ദ്രൻ അതാവ് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ചന്ദ്രന്റെ വേലിയേറ്റം വേലിയിറക്കം ഉണ്ടാകുന്നത് ചന്ദ്രന്റെ ഉദയ അസ്തമാനങ്ങൾക്ക് അനുസരിച്ചാണ്. ചന്ദ്രന്റെ പ്രവർത്തനങ്ങൾ അനുസരിച്ചാണ് നടക്കുന്നത്. എന്നിരിക്കെ ഈ വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും സൂര്യനക്ക് യാതൊരുവിധ പവറില്ല. സൂര്യൻ അതുമായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ ആരായിരുന്നു ബന്ധപ്പെടുന്നത്? ചന്ദ്രനാണ്. അപ്പൊ ചന്ദ്രന്റെ ഗതിക്കനുസരിച്ചാണ് മാസങ്ങൾ തീരുമാനിക്കുന്നത്, അതുപോലെ തന്നെ ദിവസങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മളിപ്പോഴും ഹിലാല് കണ്ടു എന്ന് ഉറപ്പു വന്നതിന് ശേഷം മാത്രമാണ് റമദാൻ പ്രഖ്യാപിച്ചത്. വന്നില്ല എന്നെങ്കിൽ നമ്മൾ പ്രഖ്യാപിക്കുക. അന്ന് ശാസ്ത്രം പറഞ്ഞിരുന്നു സൂര്യന്റെ അസ്തമയത്തിന് ശേഷം 80 മിനിറ്റ് സമയം ചക്രവാളത്തിൽ ചന്ദ്രനുണ്ടാവും എന്ന് പറഞ്ഞാലും അന്നപ്പോൾ ഈ കാണുന്ന മാതിരി മൊത്തം ആകാശം മേഘാവൃതമായി ചന്ദ്രൻ നമ്മൾ കണ്ടില്ലെങ്കിൽ പിറ്റേന്ന് നോക്കില്ല, നോമ്പ് പിടിക്കാൻ പാടില്ല. ഇതേ നിയമം തന്നെയാണ് ചന്ദ്രൻ എന്ത് ചെയ്തു? ഒരാൾ കണ്ട ആൾക്ക് കാലിന്റെ അടുത്ത് പോയി അയാൾ പറഞ്ഞാൽ സ്വീകരിക്കില്ല. കണ്ടത് പെണ്ണാണ്, പെണ്ണ് പോയി പറഞ്ഞാൽ സ്വീകരിക്കില്ല, സ്വീകരിക്കാൻ പാടില്ല. അതിക്ക് നിയമമാണ്. എല്ലാ മാസത്തിലെ ഹിലാല് സ്ഥിരപ്പെടണമെങ്കിൽ എന്ത് വേണം? 2 സാക്ഷികൾ. ഈ മാസത്തിലെ റമദാൻ മാസത്തേക്ക് ഒരു സാക്ഷി മാത്രം മതി, ഒരാൾ നമ്മൾ പറഞ്ഞാൽ മതി. പക്ഷേ അത് സ്വതന്ത്രനാവണം, അതുപോലെ പുരുഷനാവണം എന്ന നിബന്ധനയുണ്ട്. ഒരു പെണ്ണ് മാത്രമാണ് കാണുന്നത്. ഈ പെണ്ണ് പോയി പറഞ്ഞാൽ കാതി സ്വീകരിക്കുക. എന്നാൽ ഈ പെണ്ണിന് പിറ്റേന്ന് നോമ്പ് നോക്കൽ നിർബന്ധമാണ്. നമുക്ക് നോമ്പ് നോക്കൽ നിർബന്ധമില്ല. കാരണം എന്തുകൊണ്ട്? ഈ പെണ്ണിന് കാതിരത്തി എന്ന് പറഞ്ഞാൽ കാതിക്ക് ഇത് സ്വീകരിക്കാൻ പറ്റില്ല. സ്വീകരിക്കാത്തതുകൊണ്ട് കാതിക്ക് നാളെ മാസം 1 പ്രഖ്യാപിക്കാൻ പറ്റില്ല. ഹിലാൽ വലിയ പ്രശ്നമാണല്ലോ. ഹിലാൽ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് പലയിടത്തും കത്തിക്കുത്തും ബഹളങ്ങളും കൊലപാതകങ്ങളും പോലെ നടന്നിട്ടുണ്ട്. അപ്പൊ ഹിലാൽ പ്രഖ്യാപിക്കണമെങ്കിൽ വെറുതെ അങ്ങ് പ്രഖ്യാപിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നതിന്റെ ഏറ്റവും വലിയ 97 ഒരു പ്രശ്നം ഉണ്ടായതാണ്. ഐക്യപ്പടി എന്ന് പറഞ്ഞ കൊണ്ടോട്ടി അടുത്തുള്ള സ്ഥലത്ത് രാവ് കണ്ട് നെല്ലിക്കുന്ന് ഉസ്താദ് എന്ന ഉസ്താദാണ് മഹാനവർ. ധാരാളം പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു എന്ന് മാത്രമല്ല ഷെയ്ഖുൽ ഹദീസുമായിരുന്നു. ഹദീസിനെ കുറിച്ച് നെല്ലിക്കുന്ന് ഉസ്താദിനെ പോലെ വിവരമുള്ള ഒരൊറ്റയാളും ഈ കേരളക്കരയിലുണ്ടായിരുന്നു. അത്രയും വലിയ വിവരസ്ഥനായിരുന്നു. ഗോളശാസ്ത്രത്തിൽ നെല്ലിക്കുന്ന് ഇസ്മായിൽ ഉസ്താദിന്റെ അത്രയും വിവരമുള്ള ഒരാളും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ മറ്റുള്ള ശാസ്ത്രീയ വശങ്ങളിൽ, അതുപോലെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് ശാസ്ത്രീയമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യത്തിനും ശാസ്ത്രീയമായി ഇരുന്നുണ്ടായിരുന്ന ഒരാളായിരുന്നു മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദ്. ഈ നെല്ലിക്കുത്ത് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിന്റെ അടുത്ത് വന്ന് ആരോ പറഞ്ഞു മുമ്പ് മാത്രം കാവ്യമാണ്. അപ്പൊ മൂപ്പരോട് പറഞ്ഞ് നിലാവ് കണ്ടത് ഇയാൾ പറഞ്ഞു. അപ്പൊ മൂപ്പർ ഈ വന്ന ആളോട് ചോദിച്ച് നിങ്ങൾ നിലാവ് കണ്ടത് ഈ തെങ്ങിന്റെ അപ്രവശത്താണോ ഇപ്രവശത്താണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ തെങ്ങിന്റെ ഇപ്രവശത്താണ് കണ്ടത്. പിന്നെ രണ്ടാമത് എന്ത് ചെയ്തു? അയാളത് വിട്ടയച്ചിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞ് സഹിച്ചു നീ ആ തെങ്ങിന്റെ ഇപ്രവശത്താണോ അപ്രവശത്താണോ നിലാവ് കണ്ടത്? അപ്പൊ പറഞ്ഞു അപ്രവശത്താണ്. ആദ്യം പറഞ്ഞ ഇപ്രവശമാണ് കണ്ടത്, അതിന്റെ വടക്ക് വശത്താണ് കണ്ടത്. ഇപ്പൊ അയാൾ പറഞ്ഞ് തെക്ക് വശത്താണ് കണ്ടത്.
ഒരേ സമയത്ത് തന്നെ ഈ സാക്ഷി മൊഴി മാറ്റി പറഞ്ഞു. ഇതുകൊണ്ട് അന്ന് മാസപ്രഖ്യാപനം ഉസ്താദ് നടത്തിയില്ല. നടത്താതെ വന്നപ്പോഴത്തേക്ക് മറുപക്ഷത്ത് നിൽക്കുന്ന ശത്രുപക്ഷം ഈ ഹിലാലിന് വേണ്ടിയിട്ട് പ്രഖ്യാപനം നടത്തി. പ്രഖ്യാപനം നടത്തിയപ്പോൾ പിറ്റേന്ന് ഒരു വിഭാഗത്തിന് പെരുന്നാൾ, മറ്റേ വിഭാഗത്തിന് പെരുന്നാളില്ല. ഒരു മഹലിൽ തന്നെ രണ്ട് വിഭാഗത്തിൽ AP വിഭാഗത്തിന് പെരുന്നാളില്ല, EG വിഭാഗത്തിന് പെരുന്നാൾ. പ്രശ്നമാണ്. പ്രശ്നം പിന്നെ അത് അടിയിലായി, കുഴപ്പത്തിലായി. അതിനു വേണ്ടി മുതലക്കുളം മൈതാനത്ത് രണ്ടു വട്ടം യോഗം നടന്നു. ഇത് വിശദീകരിക്കാൻ പറ്റില്ല. കാരണം ഈ സാക്ഷിയെ സംബന്ധിച്ച് സാക്ഷി ഇവിടെ വന്നപ്പോൾ അയാൾ ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ആ തെങ്ങിന്റെ ഇപ്പുറവശത്താണ് കണ്ടത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞ് അതിന്റെ ഇപ്പുറത്തെ വശത്താണ്. അപ്പൊ അയാൾ ഉറപ്പുണ്ടോ? ഉറപ്പില്ല. ഹിലാലിന്റെ പ്രശ്നം വളരെ വലുതാണ്. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇവന്മാരൊക്കെ കള്ളന്മാരാണ്. ഇവന്മാർ ലാഭം ഉണ്ടാകും പ്രഖ്യാപിക്കില്ല എന്ന് പറഞ്ഞ് ഖാദിമാരെ പ്രഖ്യാപിച്ചത്. ഖാദിമാർക്ക് നിയമങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണം, ഞാൻ വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൊച്ചിയിലെ കുറച്ച് മുഖവന്മാർ കൂടി കൊച്ചിയിൽ നിലാവുണ്ടെന്ന് പറഞ്ഞ് സാക്ഷികൾ. അന്ന് എറണാകുളം ജില്ലാ ഹിലാൽ കമ്മിറ്റി അവിടെ നമ്മളുടെ റോഡ്വേയിലുള്ള ആ മാർക്കറ്റ് മസ്തിയിൽ വെച്ചിട്ടാണ് സാധാരണ അതിൻ്റെ ഒരു റൂമുണ്ട്. ആ റൂമിൽ വെച്ചിട്ടാണ് കൂടുതൽ. അന്ന് ഉസ്താദ് മറ്റേ ഒരിടത്ത് മുസ്ലിയാർ എന്ന് പറഞ്ഞ ആളെൻ്റെ ഉസ്താദ് മഹാനവളുകൾ ഇതിനകത്തുണ്ടെങ്കിലും പലപ്പോഴും മൂപ്പര് യോഗത്തിന് ആരെങ്കിലും പ്രതിനിധിനെ പറഞ്ഞേക്കും. അന്ന് പ്രതിനിധിയായിട്ട് പോയ ആള് സാധുവായ ഞാനാണ്. എന്നെയാണ് പറഞ്ഞത്. ഹിലാൽ കമ്മിറ്റിക്ക് ഇയാൾ പോയി. അവിടെ ചെന്ന് മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞ ആളാണ് ഇടപ്പള്ളി മുഹമ്മദ് മുസ്ലിയാർ. മൂപ്പരാണ് എൻ്റെ മെയിൻ ആൾ. ഇദ്ദേഹം ഹിലാലിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ രണ്ട് സാക്ഷികളെ ഹാജരാക്കി. ഇയാള് ഇവർ രണ്ടുപേരും ഹിലാൽ കണ്ടു പറഞ്ഞു. വലിയ പെരുന്നാൾ പ്രഖ്യാപിച്ചു. ഇന്ന ദിവസമാണ് വലിയ പെരുന്നാൾ. ഏത് ദിവസമാണ് ഞാൻ പറഞ്ഞു പ്രഖ്യാപനം നടത്തി. പ്രഖ്യാപനം നടത്തി എല്ലാം കഴിഞ്ഞ് ആൾക്കാരെ പെരുന്നാളിനൊക്കെ പറഞ്ഞു. 7-ന്റെ അന്ന് ബഹുമാനത്ത് പറഞ്ഞു ഞങ്ങൾ ലാഭമില്ല കുറവുണ്ട്. എന്ത് ചെയ്യും? 7-ന്റെ അന്ന് ഇവര് കളവ് പറഞ്ഞാലോ പരിപാടി പ്രശ്നമായി. ഇനി എന്ത് ചെയ്യും? ഇവര് കാലം മാറിയില്ല. ഇപ്പോൾ പ്രഖ്യാപിച്ച ആദ്യം എന്ത് ചെയ്യണം? മാറ്റി പ്രഖ്യാപിക്കണം. കാരണം എന്ത് ചെയ്യുന്നത്? 7-ന്റെ അന്ന് ഇവിടെ വന്ന തീയതി ഇയാൾ വന്നിട്ട് കുമാർ രണ്ടുപേരും പറഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടില്ല, കളവ പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ കമ്പനി ലാസ്റ്റ് അത് വീണ്ടും ഇത് മാറ്റി പ്രഖ്യാപിക്കേണ്ട ഗതികളും പിന്നെ അത് വലിയ വിപ്ലവങ്ങൾക്ക് കാരണമായി. പത്രം മുഖേന ഒരിക്കൽ വലിയ പെരുന്നാൾ ഇന്ന ദിവസം, പിന്നീട് ഇന്ന ദിവസം സാക്ഷികൾ മൊഴിമാറിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുക. ഇങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമത്തിൽ അത് പറ്റും, കുഴപ്പമില്ല. അതേസമയം ഈ റമദാൻ ഇന്ന് 29 ഒരാൾ വന്നു ലാഭം കണ്ടു എന്ന് നമ്മളോട് സാക്ഷിയാണ്. അയാൾ സാക്ഷ്യത്വത്തിൽ പറ്റിയ ആളാണ്. അതനുസരിച്ച് നമ്മൾ ഹിലാൽ ഉറപ്പിച്ചു, പെരുന്നാൾ ഉറപ്പിച്ചു. പെരുന്നാൾ നമ്മൾ അതിൽ ആഘോഷിക്കുകയും ചെയ്തു. പിറ്റേന്ന് വന്നിട്ട് ഇവൻ സാക്ഷി മാറി ഞാൻ ലാഭം കണ്ടില്ല കാര്യമില്ല. കാരണം എന്താ? ഇതിന്റെ അടിസ്ഥാനത്തിൽ കാര്യം ഇവിടെ നടന്നു കഴിഞ്ഞു. ഇവന്റെ ഹിലാലിന്റെ സാക്ഷിത്വത്തിൽ നോമ്പ് കുറിക്കലും പെരുന്നാൾ ആഘോഷിക്കലും കഴിഞ്ഞിമാറ്റി ആഘോഷിക്കണം. കാരണം ഇന്ന് നമ്മൾ അവൻ പറഞ്ഞ സാക്ഷി അനുസരിച്ച് പ്രവർത്തനം ചെയ്തു കഴിഞ്ഞു. ഇനിയും ഇത് സാക്ഷി മാറിയിട്ട് കാര്യമില്ല. ഒരു കാര്യം തീരുമാനമായി. മറ്റങ്ങനെയല്ല. ഇത് വന്ന് സാക്ഷി എന്ന് പ്രഖ്യാപനം നടത്തി പെരുന്നാൾ വരാൻ ഇനി നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് എടുപ്പ് വെച്ചിട്ട് ഇത് മൊഴി മാറിയത്. അപ്പൊ മാറ്റി പറയേണ്ടി വരും. ഇത് ഒരു കാവ്യമാരുടെ സ്ഥിതിയാണ്. അപ്പൊ പൊന്നാണ് ഇതിന്റെ ലാഭമുണ്ട്. കണ്ടു എന്നുള്ളത് സംഭവം ഉറപ്പാണ്. അവിടുത്തെ നീതും കാവ്യമാരെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് കുറെ സമയങ്ങൾക്ക് ശേഷം 7:30 അടുത്ത സമയത്താണ് കാവ്യമാര് ഹിലാൽ പ്രഖ്യാപിച്ചത്. കാരണം എന്താ? പ്രഖ്യാപിക്കാൻ കണ്ടു എന്ന് പറയുന്നത് ശരിയാണെന്ന് അറിയണം, അത് പറഞ്ഞ ആൾ ശരിയാണെന്ന് അറിയണം, അതിന് സാക്ഷി നോക്കണം, ഇതൊക്കെ വേണം. അങ്ങനെ വന്നാൽ മാത്രമേ അങ്ങനത്തെ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാർ പറഞ്ഞാൽ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു ദിവസം ഒരു പെണ്ണ് ഹിലാൽ കണ്ടു, നാളെ നോമ്പാവണം. ഇവള് വന്ന് കാവ്യോട് പറഞ്ഞ് കാവ്യ സ്വീകരിക്കില്ല, ഇവൾക്ക് നാളെ നോമ്പായിരിക്കും. ഈ നാട്ടിലുള്ള ആർക്കും നാളെ നോമ്പ് വന്നിട്ടില്ല. അതെന്തുകൊണ്ട് ഇവിടെ അംഗീകരിക്കാൻ പറ്റുന്നത്? ഇതേപോലെ ഒരു അടിമ
ഹിലാൽ കണ്ടു. അയാൾ ഹിലാൽ കണ്ടെങ്കിലും ഹിലാൽ കണ്ടെങ്കിലും ഇയാളെന്ന് പറഞ്ഞാൽ ഹിലാൽ സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെ സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾക്ക് നാളെ നോക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആർക്കും നോക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഹിലാൽ കണ്ടു എന്നുള്ളത് ഉറപ്പാണ്. ഇത് റമദാൻ ഒന്നാണെന്ന് ഉറപ്പാണ്. പക്ഷേ എന്തില്ല, ഖാദിയുടെ പ്രഖ്യാപനം വന്നില്ല. ഈ പെണ്ണ് സത്യമാണ് പറഞ്ഞതെന്നുള്ള ആൾക്കാർക്ക് വന്നു. ഒരു പെണ്ണ് വന്നു, ആ പെണ്ണ് നമ്മളോട് വന്നത് ഞാൻ ഇന്ന സ്ഥലത്ത് ഹിലാൽ കണ്ടു, എനിക്ക് ആ പെണ്ണ് പറഞ്ഞ വിശ്വാസമാണ്, കള്ളത്തരം പറയില്ല, സത്യമാണ്, നമുക്കൊക്കെ നോക്കാം. ആ പെണ്ണിനെ വിശ്വസിക്കുന്നവർക്കൊക്കെ നോക്കാം. ഖാദിക്ക് പ്രഖ്യാപിക്കാൻ പറ്റില്ല. മനസ്സിലായി? ഒരു പെണ്ണ് വന്ന് പറഞ്ഞു, ആ പെണ്ണ് സത്യസന്ധമാണ് പറഞ്ഞതെന്ന് നമുക്കൊക്കെ ഉറപ്പാണ്. നമുക്ക് ആ ഉറപ്പുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാന്ന് നോമ്പനുഷ്ഠിക്കാം, കുഴപ്പമില്ല. ഖാദിക്ക് നോമ്പ് നോക്കാം, പ്രഖ്യാപിക്കാൻ പറ്റില്ല. പൊതുവായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ പുരുഷനാവും. അപ്പൊ ഖാദിക്ക് അതായത് പ്രഖ്യാപിക്കാൻ പറ്റില്ല. ഖാദിക്ക് നോമ്പ് നോക്കാം. ഖാദിക്ക് നോമ്പാണ്, ജനങ്ങൾക്ക് നോമ്പില്ല അങ്ങനെ വരുന്നത്. ഇത് നിയമം അങ്ങനെ കിടക്കാണ്, ശരിയാക്കുന്ന നിയമം. പിന്നെ എവിടെ ആദ്യമാരുടെ കുതിര കയറിയിട്ട് കാര്യമില്ല. ഈ ഹിലാൽ കണ്ടു ഉറപ്പായിട്ട് ഉമാലിക്ക് ഞങ്ങളുടെ പണിയെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ? കണ്ടു എന്ന് ഉറപ്പായിട്ട് വൃത്തിക്കുള്ള കുഴപ്പമില്ല. സ്വീകരിക്കാൻ പറ്റാത്ത ഒരുത്തൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ആദ്യപ്പെട്ട ഒരു കള്ളുകുടിയൻ, പള്ളിയില്ല, വട്ടക്കാരനില്ല, ഒന്നുമില്ല, അവനാണ് ലാഭമുണ്ടെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ? നമുക്കതായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല. അയാൾ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അത് അംഗീകരിക്കാം. പക്ഷെ ഖാദിക്ക് പ്രഖ്യാപിക്കാൻ പറ്റില്ല. അയാൾ ഹിലാൽ കണ്ടില്ലേ, എന്നിട്ട് അവൻ പോയി പറഞ്ഞില്ലേ, എന്തുകൊണ്ട് അയാൾ പ്രഖ്യാപിക്കാൻ? അയാളോട് പിരിച്ചുവിട്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിരിച്ചുവിടോ പിടിക്കാതെ ഇങ്ങനെ പറ്റൂല്ലേ? സംഭവം ഇങ്ങനെ പറ്റും. അപ്പൊ ഖാദിക്ക് വിശ്വാസമുണ്ടോ? ഖാദിക്ക് നോമ്പ് വിളിക്കും. പക്ഷെ പൊതുജനത്തിന് വേണ്ടി പ്രഖ്യാപിക്കാൻ പറ്റില്ല. അങ്ങനെ നിയമവശം അതാണ് ശരീരത്തിന്റെ. ഈ നിയമം പാലിക്കപ്പെടാതെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നോമ്പ് അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ പെരുന്നാൾ കൊള്ളുകയോ ചെയ്താൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഒന്നിരിക്കും മാസം 30 പൂർത്തിയാകണം, അല്ലെങ്കിൽ ഹിലാലെ കാണണം. കണക്ക് കൂട്ടിയ ഒരു പ്രഖ്യാപനം പാടില്ല. അത് അംഗീകരിക്കാൻ പാടില്ലെന്ന് ഇബ്നു തൈമിയ്യ തന്നെ പത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തവർ താനും മുതലും അതോടൊപ്പം തന്നെ റസൂലുള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് പുറത്തുപോയവരാണോ ഇബ്നു തൈമിയ്യയുടെ പത്താവത്ത് പറ. പക്ഷേ ഇത് ആർക്കറിയില്ല, വഹാബികൾക്കറിയില്ല. വഹാബി നേതാവായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന, മുജാഹിദുകൾ നേതാവായി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇബ്നു തൈമിയ്യ 20 റക്അത്ത് തറാവീഹ്, ഇബ്നു ഖയ്യിം 20 റക്അത്ത് തറാവീഹ്, ഇവരൊക്കെയും എന്ത് ചെയ്യുന്നത്? ഇബ്നു കസീർ അവർ വലിയ നേതാവായിട്ട് പറഞ്ഞു നടക്കുന്ന, അവർക്കും 20 റക്അത്ത് തറാവീഹ്. ഇതിന് മുമ്പുള്ള എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടുത്തെ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റേ CN അഹമ്മദ് മൗലവി എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, മുജാഹിദ് നേതാവ്. അദ്ദേഹത്തിന്റെ 20 തന്നെയാണ്. ഇത് എവിടെ എത്തിയപ്പോഴാണ് 8 ആയത്? വെളിയങ്കോട്ട് ഉമർ മൗലവി വന്നപ്പോഴാണ് 8 ആയത്. വെളിയങ്കോട് ഉമർ മൗലവി എന്ന് പറയുന്ന ആൾ വന്നപ്പോഴാണ് മക്കത്തെ ഉമർ എന്ത് ചെയ്യുന്നത്? 20 ആക്കി, ഞാൻ 8 ആക്കുമെന്ന് അയാളൊക്കെ പ്രഖ്യാപിച്ചു. അതുവരെ 20. ഇപ്പൊ എന്നിട്ട് അത് പ്രസംഗിച്ചാണ് നമ്മൾ തിരിച്ചു ചോദിക്കുക, നമ്മളിത് 20 നിസ്കരിച്ചാലേ നമ്മൾ മുൻഗാമികൾ ചരിത്രം പിന്നെ എന്തിനായിട്ടിരിക്കുന്ന അവരമ്മളോട് ചോദിക്കുക. ഈ ജാതി നേതാക്കളെയും പിന്താങ്ങിയും അതിനെ എന്ത് ചെയ്യുന്നത്? താങ്ങി നടക്കുന്ന ഒത്തിരി ആൾക്കാർ പോയില്ലേ? വേറെ ഇനിയിപ്പോൾ നമ്മൾ നിയമവും വശമൊന്നും അംഗീകരിക്കുന്നില്ല. അപ്പൊ ഞാൻ പറയാം, ഹിലാലിന്റെ പ്രഖ്യാപനം അങ്ങനെ നടക്കുള്ളൂ. അല്ലാതെ നമ്മുടെ ഉദ്ദേശിച്ച പോലെ ഒന്നും നമുക്കൂടെ ഹിലാൽ പ്രഖ്യാപിക്കാൻ പറ്റില്ല. ഖാദിമാരുടെ കണ്ടെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് മുണ്ടിയില്ല എന്ന് ചോദിച്ചാൽ പറ്റില്ല. അങ്ങനത്തെ ആൾ വന്നാലും പറ്റില്ല. അവർക്ക് മുതൽ സാക്ഷ്യത്തിന് പറ്റിയവരല്ല അവരൊന്നിരിക്കേണ്ടി ആണായിരിക്കണം, പെണ്ണായിരിക്കണം. പക്ഷെ അവരെ ഏതിൽ പെടുത്തുമെന്ന വിഷയത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അവരുടെ മറ്റേ വിസർജനം നടക്കുന്ന അവയവം പെണ്ണിൻ്റെതാണെങ്കിൽ അവരെ പെണ്ണിന്റെ വകുപ്പിൽ പെടുത്തണം. വിസർജനം നടക്കുന്ന അവയവം ആണിൻ്റെതാണെങ്കിൽ ആണിന്റെ വിധികൾ അവർക്ക് കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ലേ? 2 അവയവങ്ങൾ ഉള്ളതാണല്ലോ നപുംസകൻ. അതിൽ ഏത് അവയവത്തിലൂടെയാണ് ഇവരുടെ ഈ പറയുന്നത് ചെയ്യുന്നത് മറ്റു വിസർജ്യങ്ങൾ പുറത്തു വരുന്നത്? ആണിന്റെ അവയവത്തിലൂടെയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആണിന്റെ വിധികളാണ് അവർക്കുള്ളത്. അല്ല, പെണ്ണിന്റെ വിസർജ്യ സ്ഥലത്തൂടെയാണ് വിസർജ്യ വസ്തുക്കൾ പുറത്തു വരുന്നത് എങ്കിൽ പെണ്ണിന്റെ വിധിയാണുള്ളത്. 2 വരികയാണെങ്കിൽ 2 അല്ലാത്തതിന്റെ വിധിയാണുള്ളത് എന്നാണ്
രീതി. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാക്ഷിത്വത്തിൽ പറ്റില്ല. അത് പുരുഷനാവണം, സ്വതന്ത്രനാവണം, രണ്ടുപേര് വേണം എന്നുള്ളതാണ്. മറ്റുള്ള മാസങ്ങളിൽ റമദാനിൽ ഒരാൾ മതി. പക്ഷേ അങ്ങനെ വന്ന് പറയുന്ന ആള് ഈ ശബ്ദമൊക്കാത്ത ഒരാളായാൽ ആ പറയുന്ന ആള് വിശ്വാസമുള്ളവർക്ക് നോമ്പനുഷ്ഠിക്കുകയും നോമ്പ് ഒഴിവാക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ കാതിക്ക് പ്രഖ്യാപിക്കാൻ ഇതുകൊണ്ട് പറ്റില്ല. അതുകൊണ്ട് കാതി ആ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് കാതിക്ക് വിശ്വാസം നേരം നോമ്പ് ഒഴിക്കാം. പക്ഷെ മറ്റുള്ള ജനമധ്യത്തിൽ നാളെ റമദാനൊന്നാവുന്നു അല്ലെങ്കിൽ പെരുന്നാളാവുന്നു പ്രഖ്യാപിക്കാനായി പറ്റില്ല. ഷേവ് ചെയ്യുന്ന ആള് എന്നുള്ളത് പറ്റൂല എന്ന് പറഞ്ഞാൽ നിയമാനുസരണം ഇപ്പോൾ ശരിക്ക് ദിയാനത്തുള്ളവനായിരിക്കണം, അഥവാ ദീനിന്റെ ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവനായിരിക്കണം. അതുപോലെ കളവ് പറയാത്തവനായിരിക്കണം. അതിന് നീതിമാന്റെ വിധികളായി പറയും. കളവ് പറയാത്തവനായിരിക്കണം. ജീവിതത്തിൽ ഒരിക്കലും ചതിപ്രയോഗങ്ങൾ നടത്താത്തവനായിരിക്കണം. മറ്റുള്ളവരെ വഞ്ചന ചെയ്യാത്തവനായിരിക്കണം. പൊതുസ്ഥലത്ത് പോയി ഇരുന്ന് ചായ കുടിക്കുകയും വർത്താനം പറയുകയും അങ്ങാടിയിലൊക്കെ ഇരുന്നിങ്ങനെ കറങ്ങി നടക്കുകയും ചെയ്യാത്തവനാകണം. ഇങ്ങനത്തെ നിബന്ധനയൊക്കെ ഒരാൾക്കാണെന്ന് തോന്നുന്നത് നീതിമാനെന്ന്. ഈ ആളുകളെ ആരെയും ഇപ്പോൾ നിലവിൽ കിട്ടാനില്ല. ജീവിതത്തിൽ കളവ് പോരാത്ത ആരെയും കിട്ടൂല. ഇങ്ങനെ ഇല്ലാതെ വരുമ്പോൾ പിന്നെ ഉള്ളതിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇവിടെ നിൽക്കാതെ പോലും ചെയ്യാവില്ല. കാരണം എല്ലാത്തിനും സാക്ഷിക്കോടെ ചേർത്തായിരുന്നു. അല്ല നിൽക്കാതെ പോലും ചെയ്യാവില്ല. അല്ല നിൽക്കാതെ രണ്ട് സാക്ഷി വേണം. മഹർ പറയുന്ന സുന്നത്തേ ഉള്ളൂ, രണ്ട് സാക്ഷി വേണം. കത്തിയും കാതിയൊന്നും വേണമെന്നൊന്നുമില്ല. വാപ്പ വന്ന് എന്ത് ചെയ്ത് പെണ്ണിന്റെ വാപ്പ വന്നിട്ട് എൻ്റെ മകളുടെ ഇന്നവളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്ത് ഭാര്യയാക്കി തന്നു, മറ്റോ ഞാനത് സ്വീകരിച്ചു, അത് കഴിഞ്ഞു, ഇത്ര മണിയുള്ളൂ. അല്ലാതെ ഒരു കത്തിയും കാതിയൊന്നും വന്നിരുന്ന് ഇങ്ങനെ ഒരാൾക്ക് ചെല്ലി പറഞ്ഞു കൊടുക്കണമെന്നൊന്നുമില്ല. അല്ലാതെ ഇതിൻ്റെ ആളുടെ അവകാശം അതിനൊന്നുമില്ല. നിൽക്കാതെ നടത്തി കൊടുക്കുന്നത് നല്ല ആളായിരിക്കണം. നല്ലവരെ കൊണ്ട് നടത്തിക്കൽ, നല്ലവരെ കൊണ്ട് പറഞ്ഞു കൊടുപ്പിക്കൽ, അതൊക്കെ ഒരു പ്രത്യേക സുന്നത്താണെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇതിൻ്റെ പ്രത്യേകിച്ച് നിൽക്കാതെ നടത്തി കൊടുക്കാൻ ആരുടെ ആവശ്യമില്ല. പിന്നെ നമ്മൾ മഹന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ആക്കിയത് ഇതിന് ചട്ടവും പെട്ടും ഇല്ലാണ്ട് എല്ലാവരും എന്തിയാ തോന്നിയമാരും ഒന്ന് പെണ്ണുകളിലും ഉപേക്ഷിക്കലും ഒക്കെ ആയപ്പോൾ ഉത്തരവാദിത്തമില്ലാണ്ടായി. അപ്പൊ മഹന്റെ ഞങ്ങൾ എന്ത് ചെയ്തു, ചട്ടക്കൂടെ ഉണ്ടായി. അപ്പൊ നിയമങ്ങൾ വെച്ചു. പിന്നെ ആളെ നിൽക്കാതെ നടത്താവും. ഒരു മഹല്ല് ഉണ്ടെങ്കിൽ ആ മഹലിന്റെ ഉസ്താദ് മാത്രമേ നിൽക്കാതെ നടത്താവൂ. വേറെ പുറത്തൊന്നും നിൽക്കാതെ നടത്തരുത്. ഇതെന്തിനാ വെച്ചേ? പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ. കാരണം എന്ത് ചെയ്തു, ഇവിടെ ഈ മഹല്ല് ഇഷ്ടംപോലെ വലിയമാര് വരെയില്ലേ, അവർക്കൊക്കെ നിൽക്കാതെ നടത്താൻ അറിയാൻ പാടില്ല. ഇവരൊക്കെ നിൽക്കാതെ നടത്താൻ തുടങ്ങിയാൽ ഇപ്രകാരം അടിസ്ഥാനമില്ലാത്ത വിവാഹങ്ങൾ പറഞ്ഞേക്കും. ഇതിന്റെ പേരിലാണ് ഒരു ചട്ടക്കൂടുണ്ടാക്കിയത്. അപ്പൊ ഈ നിക്കാഹിന് സാക്ഷിയാണെങ്കിൽ ഈ പറഞ്ഞ് ചേർത്ത് വേണം. അപ്പൊ ഇത് ആരാ ഒത്തു വന്നേ? പിന്നെ ഉള്ളതിൽ ചിലപ്പോൾ നല്ല ആൾക്കാരൊക്കെ പിടിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യമൊക്കെ ദീനുണ്ട്, അത്യാവശ്യമൊക്കെ എല്ലാവരും അങ്ങനെ കളവും കള്ളത്തരവും ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ നോക്കിയപ്പോൾ സാക്ഷിയാണ്. അതെപ്പോൾ സാധിക്കും? അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനോ? അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ അതല്ലേ പറ്റൂ. നിൽക്കാതെ നടത്തണ്ടേ, ബാക്കി കാര്യങ്ങൾ നടക്കണ്ടേ. അപ്പൊ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള ഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് കാതിക്ക് ഒരു പെണ്ണ് വന്ന് പറഞ്ഞു, ആ പെണ്ണ് സത്യമാണെന്ന് കാതിക്ക് ഉറപ്പാണ്. കാതിക്ക് പ്രഖ്യാപനം നടത്താൻ പറ്റില്ല, അയാൾക്ക് സ്വയം അമൽ ചെയ്യാം. ഇതേപോലെ ഇവിടെ എന്ത് ചെയ്തു, ഒരു പെണ്ണ് വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരാൾ വന്ന് പറഞ്ഞു, ആളിനെ അംഗീകരിക്കാൻ നമുക്ക് വിഷമമുണ്ട്. അങ്ങനെയാണെങ്കിൽ കാതിയെ സംബന്ധിച്ചിടത്തോളം നിയമവശങ്ങൾ നോക്കുമ്പോൾ പ്രഖ്യാപനം നടത്താൻ പറ്റില്ല. ആ അയാളെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് നാളെ എന്തായിരിക്കും? നോമ്പായിരിക്കും, അല്ലെങ്കിൽ പെരുന്നാളായിരിക്കും. അപ്പോ ഞാൻ പറഞ്ഞു വന്ന ഒരാൾ സാക്ഷി നിന്നു. ആ അടിസ്ഥാനത്തിൽ നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ ആഘോഷിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്തതെന്ന് പിന്നീട് സാക്ഷി മാറിയാൽ നമുക്കിനി മാറ്റാൻ പാടില്ല. 29 ഒരാളൊന്ന് സാക്ഷി, അയാളെ വിശ്വസിച്ച് നമ്മൾ പെരുന്നാൾ പറയും, പിറ്റേന്ന് നോമ്പ് ഒഴിവാക്കി. ഉച്ചയായപ്പോൾ വന്നിട്ട് പറയാൻ ഞാൻ വെറുതെ കള്ളത്തരം പറഞ്ഞു, നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എന്ത് ചെയ്ത് അവരുടെ രാഷ്ട്രത്തിന്റെ അത് പ്രവർത്തനം നടത്തിക്കഴിഞ്ഞു. ഇനി ഇന്ന് റമദാനായിരുന്നു എങ്കിൽ അതിന്റെ തെറ്റ് അവനെ അനുഭവിച്ചു. നമ്മളായിട്ട് യാതൊരു നമ്മൾ തെറ്റുകാരല്ല. ഇതാണ് ഇരാനിന്റെ നിയമം എന്നാണ് ഈ പറഞ്ഞത്. അപ്പോൾ വൽ കമറ,
ചന്ദ്രന് ഖദ്ദർനാഹു മനാസില, നാം അതിനെ നിശ്ചയിച്ചു സഞ്ചാര പദങ്ങളെ. അത്ത ആദ, ആ സൂര്യ ചന്ദ്രൻ മടങ്ങുന്നത് വരെ കൽ ഉറുജൂനൽ കരീം, നുരമ്പിയതായ ഈത്തപ്പന കൊലക്കോമ പോലെ. നുരമ്പിയ ഈത്തപ്പന കൊലക്കോമ എന്ന് പറഞ്ഞാൽ തേങ്ങ ഉണ്ടാവാൻ വേണ്ടി ആ തേങ്ങ ഉണ്ടാവാൻ വള്ളിയുണ്ട്, ആ കൊലയൊന്നും. ഇതേമാതിരി ഈത്തപ്പനങ്ങളെ തൂക്കിറക്കുന്ന ആ വള്ളിയുണ്ട്, ആ വള്ളിക്കാണ് അത് പറഞ്ഞത് ഉർജൂൻ. അപ്പോ അത് ഉണങ്ങി ചുരുണ്ടു പോയി കഴിഞ്ഞാൽ അത് ഉള്ളതുപോലെ. അപ്പൊ ഏറ്റവും അവസാനം നോക്കിയാൽ ഹിലാൽ എങ്ങനെയാണോ തുടങ്ങിയത് അങ്ങനെ തന്നെ ചന്ദ്രനെത്തിക്കുക. ആദ്യം നമ്മൾ കണ്ടത് എങ്ങനെയാണോ അതേ കോലത്തിലാണ് 28-ന്റെ അന്ന് ഉണ്ടാവുക, ചന്ദ്രൻ ഉണ്ടാവുക. ഹിലാൽ കണ്ടതുപോലെ അതാണ്, അങ്ങനെയായി പറഞ്ഞു. അപ്പൊ ഓരോ ദിവസവും ഓരോ സഞ്ചാര പദം ഇങ്ങനെ ചെയ്യുന്നത് മാറി മാറി മാറിയാണ് ആര് പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ ചന്ദ്രൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 28 സഞ്ചാര പദങ്ങൾ ചന്ദ്രൻ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാലോ സൂര്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല. കാരണം സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോൾ ഉദിച്ചു വരുന്നു ആ ഉദിച്ചു വരുന്ന പോലെ തന്നെ എപ്പോഴും പോയി 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 ലാസ്റ്റ് ഉദിക്കുന്ന അതേപോലെ തന്നെയാണ് അസ്തമിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉദിച്ചു വരുമ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ വലിയ ഒരു തീ ഗോളം ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും. അസ്തമിക്കുന്നോട്ടി പോയി നോക്കിയാൽ ചുരുങ്ങണ പണിയില്ല. സൂര്യന് ഒരേപോലെ തന്നെ നിലനിൽക്കുന്ന. അപ്പൊ അതുകൊണ്ട് അത് വച്ച് മാസങ്ങളും ദിവസങ്ങളും സമയങ്ങളും തീരുമാനമാക്കാൻ നമുക്ക് പറ്റില്ല എന്നാണ്. ചന്ദ്രന് നാം നിശ്ചയിച്ചു മനാസില സഞ്ചാര പദങ്ങളെ. അത്ത ആദ, ആ ചന്ദ്രൻ മടങ്ങുന്നത് വരെ കല്ലൊടുജൂനൽ കദീം, നുരമ്പിയത ഉണങ്ങി നുരമ്പിയതായ ഈന്തപ്പന കൊലക്കോമ പോലെ. ലശംസു യംബളീരഹ, സൂര്യൻ അതിനനുയോജ്യമല്ല. അൻ തുദ്രിക്കൽ ഖമറ, ചന്ദ്രനെ അത് എത്തിക്കൽ. വലല്ലൈലു, രാത്രിക്ക് അനുയോജ്യമല്ല. സാബിഖുൻ നഹാരി, പകലിനെ മുൻകടക്കൽ. സൂര്യന് ചന്ദ്രനെ എത്തിക്കാൻ പറ്റില്ല. എപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നു അപ്പോഴേ ചന്ദ്രൻ ഉദിക്കാൻ പാടുള്ളൂ. രണ്ടും കൂടി ഒന്നിച്ചു ഉദിക്കാൻ പാടില്ല. എപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നോ അപ്പോഴാണ് ചന്ദ്രൻ ഉദിക്കുക, അല്ലാതെ ഇപ്പൊ ചന്ദ്രൻ ഉദിക്കൂല. അപ്പൊ രണ്ടും കൂടി ഒന്നിച്ചുണ്ടാവാൻ പാടില്ല. എപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന അപ്പോഴാണ് ചന്ദ്രൻ ഉദിക്കുക. ഈ ചന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്, അസ്തമിക്കുന്ന ആ സമയമായപ്പോൾ സൂര്യൻ ചെന്ന് ഒളിച്ചു വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ചന്ദ്രൻ അവസാനിച്ചു. അപ്പൊ സൂര്യൻ എപ്പോൾ നിൽക്കുന്നോ അതാണ് ലശംസു യംബളീര, ആ സൂര്യന് ചന്ദ്രനെ എത്തിക്കാൻ പറ്റില്ല. എന്നാലും ചന്ദ്രന് ചിലപ്പോൾ സൂര്യനെ എത്തിക്കാൻ പറ്റില്ലേ? ഖുർആൻ പറഞ്ഞത് മാറ്റി പറയേണ്ടി വരില്ല. ചന്ദ്രനെ നമ്മൾ നോക്കിയാൽ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ സൂര്യൻ ഇവിടെ ഉള്ളപ്പോഴും ചന്ദ്രൻ എവിടെ ഉണ്ടാവും? ആകാശലോകത്ത് കാണാൻ പറ്റും. നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിൽ പൂർണ്ണചന്ദ്രൻ പലപ്പോഴും എവിടെയുണ്ട്? സൂര്യനുള്ളതിനോട് ചന്ദ്രനുള്ളുണ്ട്. അപ്പൊ ഖുർആൻ പറഞ്ഞില്ല ചന്ദ്രന് അത് പറ്റില്ല എന്ന് പറഞ്ഞില്ല, ആരും പറ്റില്ല, സൂര്യന് പറ്റില്ല. അപ്പൊ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രമേ ചന്ദ്രൻ ഉദിക്കുകയുള്ളൂ. അപ്പൊ സൂര്യാസ്തമാനത്തിന് ശേഷം ആകാശത്തിന്റെ ചക്രവാളത്തിൽ 2 സെക്കൻഡ് മാത്രമാണ് ചന്ദ്രൻ ശേഷിക്കുന്നത് എങ്കിൽ അന്നിപ്പോ ചന്ദ്രൻ കാണാൻ സാധ്യതയുണ്ടെങ്കിൽ കണ്ടുകൊള്ളണമെന്നില്ല. 2 സെക്കൻഡ് കൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ അന്ന് ഹിലാൽ പ്രഖ്യാപിക്കാൻ സാധ്യമായി വരില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 മിനിറ്റെങ്കിലും സൂര്യന്റെ അസ്തമയത്തിന് ശേഷം ചന്ദ്രൻ ചക്രവാളത്തിൽ ഉണ്ടെങ്കിലാണ് ഹിലാൽ കാണാനുള്ള സാധ്യത തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം അതിനേക്കാൾ കുറഞ്ഞ സമയത്ത് ആരും ദൃശ്യമാകാൻ സാധ്യതയില്ല. അത് അത്ര കുഞ്ഞതായിരിക്കണം. അതുകൊണ്ടാണ് ഒരു നൂല് പോലെ ഇരിക്കുന്നത്. അപ്പൊ അത് കാണണമെങ്കിൽ അത്രയും സൂക്ഷ്മമായി തന്നെ നോക്കുമ്പോഴേ കാണും. അപ്പൊ അതനുസരിച്ച് നമ്മളത് എന്താ നേത്രങ്ങളെ കൊണ്ട് കാണണം. ഇല്ലെങ്കിൽ സലാസീന എന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഈ പുതിയ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഹിലാൽ കണ്ടെത്തുന്ന നോക്കാൻ രക്ഷിക്കാൻ പറ്റില്ല.
കാരണം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഉമ്മാലിയും ആകാശം നിങ്ങളുടെ മേൽ മേഘാവൃതമായാൽ, അഥവാ നമ്മളെ നഗ്നനേത്രങ്ങളെ കൊണ്ട് ഇത് കാണാൻ കഴിയില്ലെങ്കിൽ ടെലസ്കോപ്പ് വെച്ച് കണ്ടിട്ട് തീരുമാനക്കാൻ അവ വെച്ച് നോക്കിയപ്പോൾ അങ്ങനെ കണ്ടു, ദൂരദർശനം വെച്ച് നോക്കിയപ്പോൾ അവിടെ ചന്ദ്രൻ കണ്ട് എന്ന് പറഞ്ഞിട്ട് വിചാരം പ്രഖ്യാപിക്കാനും പറ്റില്ല. അപ്പൊ അതൊക്കെ നബി നേരത്തെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല. സൂര്യൻ അനുയോജ്യമല്ല അതുതിരിക്കൽ കമറ, ചന്ദ്രനെ എത്തിക്കൽ, വലല്ലയും രാത്രിക്ക് അനുയോജ്യമല്ല സാബിക്കുന്ന ഹാരി, പകലിനെ മുൻകിടക്കൽ. പകലിനെ മുൻകിടക്കൽ അഥവാ ഈ പകല് തീരുന്നതിന് മുമ്പ് രാത്രിയോട് വരാൻ പറ്റില്ല. അതേ പറ്റൂ. ഒരു ദിവസത്തിന്റെ ആദ്യം എവിടെയാണ്? രാത്രിയാണ്. പകലിന്റെ മുമ്പല്ലേ രാത്രി? രാത്രി മുതലാണ് സമയം തുടങ്ങുന്നത്. നമ്മൾ രാവ് പ്രശ്നം 11-ാം രാവ്, ഇന്നലെ 11. ഇന്നലെ നമ്മൾ രാവിലാണ് എന്ത് ചെയ്തത്? അപ്പൊ 11-ന്റെ രാത്രി ഇന്നലെ കഴിഞ്ഞു. ഇന്നുള്ള 12-ന്റെ രാത്രിയാണ്. ഇനി അടുത്ത ദിവസമുള്ള 13-ന്റെ രാത്രിയാണ്. അപ്പൊ രാത്രി ആദ്യം വരുന്നു, പകൽ രണ്ടാമത് വരുന്നു. ഇങ്ങനെയാണ് നിയമം. അപ്പൊ രാത്രിക്ക് എന്ത് ചെയ്യുന്നത്? പകലിനെ മുൻകിടക്കൽ അനുയോജ്യമല്ല എന്ന് പറഞ്ഞാൽ പകല് തീരുന്നതിന് മുമ്പ് രാത്രി വരാൻ പറ്റില്ല. ഇപ്പൊ പകല് ഇനി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് ശേഷിക്കുന്നുണ്ട്. ആ ശേഷിക്കുന്ന സമയത്ത് രാത്രി കയറി വരാൻ പറ്റില്ല. അതാണ് പകലിന് മുമ്പ് രാത്രി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കള്ളത്തിലാവുക. രാത്രി ചന്ദ്രനെ കൊണ്ടാണ് നമ്മൾ ദിവസം തീരുമാനിക്കുന്നതെങ്കിൽ പ്രത്യേകത രാത്രി രാവിലെ ഉള്ളത്. പെരുന്നാൾ രാവിലെ എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്തമിച്ച രാവിലെ അല്ലേ? അന്ന് പെരുന്നാൾ രാവ്, പിറ്റേന്ന് പെരുന്നാൾ പകല്. പിന്നെ അന്ന് അസ്തമിച്ചാൽ പിന്നെ ഇന്ന് പെരുന്നാൾ രാവാന്നാലും പറയാറില്ല. അപ്പോൾ സത്യത്തിൽ പകലിന് മുമ്പാണ് രാത്രി ഉള്ളത്. അപ്പൊ ഈ പറഞ്ഞത് മനസ്സിലാക്കാതെ മുസ്ലിമീങ്ങളുടെ ഖുർആനിലെ ഒരിക്കലും എന്ത് ചെയ്യുന്നുണ്ട്? പകലിന് രാത്രി മുൻകിടക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പരിഭാഷ വായിച്ചവർ മനസ്സിലാക്കുക. ഇത് പച്ച കള്ളമാണെന്നും ആരെങ്കിലും പറഞ്ഞു പോയാൽ അതവന്റെ വിവരക്കേടിന് കാരണമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പരിഭാഷ വായിക്കുന്നതും പഠിക്കുന്നതും ഖുർആനിനെ കുറിച്ച് വിവരമില്ലാത്തവർ ചെയ്താൽ അപകടത്തിലായി എന്നുള്ളതാണ് എന്റെ ശരി. ഇത് നേരത്തെ സ്വപ്നം കണ്ട ഒരാളായിരുന്നു. ശംസുൽ ഉലമ തന്നെ ഇത് മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. ഈ ഖുർആൻ പരിഭാഷ ഉദരീയത്തിലേക്ക് എന്ന് പറഞ്ഞു. ഉദരീയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സത്യനിഷേധിയിലേക്ക് എത്തി. കാരണം ഇപ്പോൾ നിരക്ക് പറയുന്നത് എത്ര വലിയ പറയാൻ പറ്റുള്ളൂ. വലല്ലയിൽ രാത്രിക്ക് അനുയോജ്യമെന്ന് സ്ഥാപിക്കുന്ന ഹാരി പകലിന് മുൻകിടക്കൽ. വായിക്കുന്നവർക്ക് എന്ത് മനസ്സിലാക്കുന്നു? പകലിന് മുമ്പ് രാത്രി വരാനേ പാടില്ല. എന്നാ ഇവിടെ രാത്രിയാണ് ആദ്യം പറഞ്ഞത്, പിന്നെ രണ്ടാമതാണ് പകൽ വന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? പകലിന്റെ സമയം ശേഷിക്കുന്നതിനോട് കൂടെ രാത്രിക്കൂടെ വരാൻ പറ്റില്ല. അതാണ് പകല് മുൻകിടക്കാൻ പറ്റില്ല. പകല് പൂർണ്ണമായും കഴിഞ്ഞാൽ രാത്രിക്ക് വരാം. ഇതാണ് അതിന്റെ അർത്ഥം. ഇത് മനസ്സിലാക്കാതെ നേരക്ക് നേരെ പരിഭാഷ വായിക്കുന്നതിന് പരിഭാഷയിൽ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെ എഴുതി CN അഹമ്മദ് എഴുതിയ പരിഭാഷ ഉണ്ട്. അതിനകത്ത് നോക്കാം, അതിനകത്ത് കാണാം. അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ മലയാളം പഠിപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ അന്ന് അധ്യാപകനായ ആളാണ്. മനസ്സിലായി? മലയാളം പഠിപ്പിക്കാൻ എന്താ കാരണം? ഖിലാഫത്തിന്റെ കാലത്ത് എന്ത് വലിയ ആയുധം കൊണ്ടിട്ടും പീരയ്ക്ക് കൊണ്ടിട്ടും രക്ഷയില്ല. വാലിയകുന്നത്തിനെ കൊണ്ടുവന്ന് കണ്ണൊക്കെ മൂടിക്കെട്ടി എന്ത് ചെയ്ത് വെടിവെക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ വാലിയകുന്നത്ത് പറഞ്ഞത് കൊട്ടക്കുന്നിലേ വാലിയകുന്നത്ത് പറഞ്ഞു, എൻ്റെ കണ്ണും മുഖമൊന്നും മൂടിക്കെട്ടണ്ട, എനിക്കെൻ്റെ വിരിമാറിലൂടെ ബ്രിട്ടീഷുകാരൻ്റെ ഉണ്ട ചീറിപ്പായുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണണം എന്ന് പറഞ്ഞ് മുഖത്ത് കെട്ടിയ കരിതുണി അടിച്ചു മാറ്റിയിട്ട് ധീരത കൊണ്ടുനിന്ന് വെടിയേറ്റെന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞു വീണ് ഷഹീദായ ആളാണ് ആര്? വാലിയകുന്നത്ത് കുഞ്ഞഹമ്മദ്. ഈ വാലിയകുന്നൻ അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇപ്രകാരമുള്ള ധീരത കാണിച്ചപ്പോൾ ഇതിനു മുമ്പുള്ള പല ഖിലാഫത്ത് പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരെ പീഡനം നടത്തി അന്ന് മമ്പുറത്തുണ്ടായിരുന്ന ആളുകളെ കൊണ്ടുപോയി നിക്കോബാർ അന്തമൻ നിക്കോബാർ ദ്വീപിൽ കൊണ്ടുപോയി അടിയിലുള്ള ഭൂഗർഭ അറയിൽ ജയിലിലടച്ചിട്ട് ബ്രിട്ടീഷ് ഭരണം പോയപ്പോൾ അവരൊക്കെ രക്ഷപ്പെട്ടിട്ട് അന്ന് അവിടെ ചെന്നപ്പോൾ കാണാം മമ്പുറം, തിരൂര്, അങ്ങനെ തുടങ്ങിയ ആ ഭാഗത്തുള്ള സ്ഥലത്തിന്റെ പേരാണ് കൂടുതലും അന്തമാൻ നിക്കോബാർ ദ്വീപിലുള്ള ഓരോ സ്ഥലത്തിന്റെ പേര്. ബ്രിട്ടീഷുകാർ ചെയ്തതാണ്. ഈ ധീര പോരാട്ടത്തിന് എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ അറബി മലയാളത്തിലുള്ള കാവ്യങ്ങൾ, ധീര
കാവ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വീരകാവ്യങ്ങൾ കേട്ട് പഠിക്കുകയും അത് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ് പഴയകാലത്ത് ഉമ്മമാരും അതുപോലെ തന്നെ കുടുംബക്കാരും. ഉദാഹരണം എൻ്റെ ഭാര്യയുടെ ഉമ്മ അവർക്ക് എന്ത് ചെയ്യുന്നത്, ഒരു അറബി പദത്തിൽ പഠിക്കാനോ വായിക്കാനോ പറ്റില്ല. പക്ഷെ വീട്ടിമാരല്ല കാണാൻ പാടാം, ബദറുമാരല്ല കാണാൻ പാടാം. ഇവർ പാടുമ്പോൾ നമ്മളൊപ്പം പാടിയേക്കും. പക്ഷേ അവർക്ക് വേറൊന്നും വായിക്കാൻ നോക്കി വായിക്കാനോ പാടില്ല. ഇങ്ങനെ ഈ മാലകളെല്ലാം കാണാതെ പഠിച്ചൊരു കാലം കൊണ്ടുപോയത്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഇത്രയും വലിയ ധീരത നൽകുന്ന വസ്തു ഈ കാവ്യങ്ങളാണ്. ഇതിൽ നിന്നും മുസ്ലിമീങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അറബി മലയാളം ഒഴിവാക്കി മലയാളം പാഠപദ്ധതിയാക്കി കൊണ്ടുവരണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് അവിടെ തീരുമാനിച്ചു. അന്നത്തെ പ്രഥമ അധ്യാപകനായി മലയാളം പഠിപ്പിക്കാൻ അന്ന് ട്രെയിനിങ് കൊടുത്ത് തിരഞ്ഞെടുത്ത ആളാണ് CN അഹമ്മദ് മൗലവി. ഇദ്ദേഹം എഴുതിയ പരിഭാഷയിൽ കാണാം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്തോടെ യാത്ര ചെയ്തു. ചെന്നപ്പോൾ സുലൈമാൻ നബി സൈന്യം ഇങ്ങനെ പോവാണ്. സുലൈമാൻ നബി ഉദ്ദേശിച്ചു സൈന്യത്തോട് പറഞ്ഞു, നിങ്ങൾ അവിടെ നിൽക്കണം, ഇപ്പം അങ്ങോട്ട് പോകാൻ പാടില്ല. പ്രശ്നമായ അപ്പോ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. ഈ സമയത്ത് കാലത്തിൽ നമ്പെത്തു റാണി ഉറുമ്പ് പറഞ്ഞു, ഉദുഹുലു മസാക്കിനക്കും, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മാളത്തിലേക്ക് പ്രവേശിക്കണം. ലായക്തിമന്നക്കും സുലൈമാനോ വിനോദവും, സുലൈമാന്റെ സൈന്യവും നിങ്ങളെ ചവിട്ടിക്കൊല്ലാതിരിക്കട്ടെ. ബഹുണ്ടായ ശുഭവും അവർക്ക് അത് അറിയില്ല, പെട്ടെന്ന് അറിയാതെ അവർ ചവിട്ടിപ്പോകും, നിങ്ങൾക്ക് അകത്ത് കിടക്കണം. ആ ഉറുമ്പുകൾ മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, കയറി മാളത്തിലേക്ക് അടങ്ങുന്നത് വരെ സൈന്യത്തെ സുലൈമാനെ കൂടെ തടഞ്ഞു നിർത്തി ഈ റാണി ഉറുമ്പിന്റെ സംസാരം കേട്ട. ഇതിന് CN അഹമ്മദ് മൗലവി എഴുതി വെച്ചത് കാലത്തിൽ നമ്പെത്തു നമ്പ് വർഗത്തിൽപ്പെട്ട ഒരു പെണ്ണ് പറഞ്ഞു. ഇപ്പോഴും വായിച്ചു പരിഭാഷ, നമ്പ് വർഗത്തിൽപ്പെട്ട ഒരു പെണ്ണ് പറഞ്ഞു. ഇതിന്റെ അർത്ഥം റാണി ഉറുമ്പ് പറഞ്ഞു. പക്ഷേ ഇയാൾ എഴുതി വെച്ചിരിക്കുന്നത് നമ്പ് വർഗത്തിൽപ്പെട്ട പെണ്ണ് പറഞ്ഞു. പരിഭാഷ കൊണ്ട് ഉണ്ടായിത്തീർന്ന അപകടങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ഒരു വിഷയം തന്നെ ജമാഅത്ത് ഇസ്ലാമിയും കൊണ്ടുപോയി നടക്കുന്നത്. കാരണം ഇതിനെക്കുറിച്ച് മൗദൂദി അബുലാല മഹബൂബ് സാഹിബ് പറഞ്ഞിട്ടുള്ളത് ഖുർആൻ പരിഭാഷപ്പെടുത്താൻ ഒരു അറബിക്ക് പ്രൊഫസറുടെ ആവശ്യമുള്ള. അങ്ങനെ ഒരു പരിഭാഷ പറ്റില്ല. കാരണം എന്തുകൊണ്ട്, ഖുർആൻ ഒരു തഫ്സീർ എഴുതുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ അറബി സാഹിത്യത്തിൽ, അറബി വ്യാകരണത്തിൽ, അറബി സങ്കലന നിയമത്തിൽ, അറബി ബലാഅത്ത് എന്ന് പറഞ്ഞാൽ അറബിയുടെ അവസരോചിതമായി ഓരോ സ്ഥലത്തും പദപ്രയോഗം നടത്തുന്ന വിഷയത്തിൽ, അതുപോലെ ഫസാഹത്തിൽ കെലിമത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആർക്കും കേട്ടാൽ മനസ്സിലാവുന്ന സരളമായ രൂപത്തിൽ ആക്കിക്കൊണ്ടുവരുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ അദ്ദേഹം മറ്റേ അറബി ഭാഷയുടെ ഓരോ പദങ്ങളുടെയും അർത്ഥങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന വിഷയം. ഒരു പദത്തിന് ധാരാളം അർത്ഥമുണ്ട്. ഉദാഹരണം ദറബ എന്ന പദത്തിന് അറബിയിൽ അടിച്ചു എന്ന അർത്ഥമുണ്ട്, വെട്ടി എന്ന അർത്ഥമുണ്ട്, പാകിച്ചു എന്ന അർത്ഥമുണ്ട്. ഈ ദറബയ്ക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാളെ കൊന്നു എന്നും അർത്ഥമുണ്ട്. ഈ ദറബയ്ക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിച്ചു എന്ന അർത്ഥമുണ്ട്. ഇങ്ങനെ ദറബ എന്ന പദത്തിനും വിശദീകരിച്ചു എന്നും, വെട്ടി എന്നും, മുറിച്ചു എന്നും, തല്ലി എന്നും, കൊന്നു എന്നും പല രൂപത്തിൽ അർത്ഥങ്ങൾ വരുന്നത് പോലെ ഒരു അറബി പദത്തിന് എത്ര പര്യായ പദങ്ങളുണ്ടെന്നും അതിൻ്റെ അർത്ഥം എത്രയുണ്ടെന്നും ഇങ്ങനെ അറബി ഭാഷയെക്കുറിച്ച് നിപുണനായിരിക്കണം. അതോടൊപ്പം തന്നെ അറബി ഭാഷയുടെ പ്രായോഗിക തലങ്ങളെക്കുറിച്ചും നിപുണനായിരിക്കണം. ഇങ്ങനെ എല്ലാവിധ ശർത്തുകളും ഒത്തുവരുന്നതിനോടൊപ്പം ഹദീസുകളെ കുറിച്ച് ഗഹനമായ വിവരമുള്ളവനായിരിക്കണം. ഒരു ഹദീസ് പറഞ്ഞാൽ ആ ഹദീസ് ആര് റിപ്പോർട്ട് ചെയ്തു, അയാൾക്ക് ആര് പറഞ്ഞു കൊടുത്തു, അയാൾക്ക് ആര് പറഞ്ഞു കൊടുത്തു, അയാൾക്ക് ആര് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു കൊടുത്ത ആളുകൾ ഇങ്ങനെ കൈമാറി ലാസ്റ്റ് അദ്ദേഹത്തിന് എൻ്റെ സഹാബി പറഞ്ഞു കൊടുത്തു, ഈ സഹാബിക്ക് നബി പറഞ്ഞു കൊടുത്തു. ഇവിടം മുതൽ അവിടം വരെ എത്തുന്ന ആ വ്യക്തികളുടെ എല്ലാം അവരെവിടെ ജനിച്ചു, എവിടെ മരിച്ചു, എവിടെ അടങ്ങിയിരിക്കുന്നു, അവരുടെ പഠനകാലം എവിടെയായിരുന്നു, ആരുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുണ്ട്, ആരുടെ അടുത്തെല്ലാം പഠിച്ച് തിരിഞ്ഞു നേടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഹദീസിന്റെ റിപ്പോർട്ടിൽ വരുന്ന വ്യക്തികളുടെ മൊത്തവും ജനന മരണ കണക്കുകളും അവരുടെ ചരിത്രങ്ങളും ശരിക്കും അറിയുന്ന വ്യക്തിക്കാണ് ഖുർആൻ വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്. ഈ സ്ഥാനത്ത് മൗദൂദി സാഹിബിന്റെ അഭിപ്രായ പ്രകാരം ഇതൊന്നും വേണ്ട, ഒരു അറബി ഭാഷ പഠിച്ച ഒരാളാണ് ഖുർആൻ തഫ്സീർ എഴുതാവുന്നതാണ്. ആ എണ്ണുകളാണ് ഇതിനെയൊക്കെ സംഭവിക്കുന്നത്. കാലത്തിന്റെ പറഞ്ഞാൽ
റാണി ഉറുമ്പ് പറഞ്ഞു എന്നുള്ളത് നേരിട്ട് എന്ത് ചെയ്തു? രണ്ടു വർഗത്തിൽപ്പെട്ട സ്ത്രീ പറഞ്ഞു എന്നൊക്കെ അർത്ഥം വെക്കേണ്ട രീതിയിൽ വരും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ വലല്ലയിൽ സ്ഥാപിക്കുന്ന പകലിനെ മുൻകടക്കൽ രാത്രിക്ക് അനുയോജ്യമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് എന്ത് വിശ്വസിച്ചു പോകും? ഒരിക്കലും രാത്രി പകലിന് മുമ്പ് വരാൻ പാടില്ല, അങ്ങനെയല്ല. മറിച്ച് പകലിന്റെ സമയം തീരുന്നതിന് മുമ്പ് രാത്രി വരാൻ പാടില്ല. അങ്ങനെ വരാൻ അനുയോജ്യമല്ല എന്ന് പറഞ്ഞാൽ വരില്ല. അപ്പൊ പകൽ എത്ര മണിക്കൂർ? ചിലപ്പോൾ 10 മണിക്കൂറായിരിക്കും. പകല് 10 മണിക്കൂറായിരിക്കും. ഈ 10 മണിക്കൂർ പകലെങ്കിൽ ആ 10 മണിക്കൂർ കഴിഞ്ഞാൽ രാത്രി അല്ലാതെ വരില്ല. അതുപോലെ രാത്രി എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് കൂടുതലുള്ള സമയമാണ്. മറ്റു ചില സമയങ്ങളിൽ പകൽ കൂടുതലും രാത്രി ചുരുങ്ങും. അപ്പോൾ ആ പകലിന്റെ 12 ചിലപ്പോൾ 13 മണിക്കൂർ വരെ പകൽ വരും. ആ 13 മണിക്കൂർ കഴിഞ്ഞിട്ടേ രാത്രി വരികയുള്ളൂ. എല്ലാ ഓരോ ഗോളങ്ങളും അതാതിന്റെ സഞ്ചാര പദങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഖുർആൻ ശാസ്ത്രീയമല്ലേ? കണ്ടെത്തപ്പെട്ട 9 ഗോളങ്ങൾ, ഈ 9 സഞ്ചാര പദങ്ങളുണ്ട്. ഓരോന്നും സഞ്ചരിക്കുന്ന അതാതിൻ്റെതായിട്ടുള്ള സഞ്ചാര പദങ്ങൾ. അത് വിട്ട് എങ്ങോട്ടെങ്കിലും അല്പം തെറ്റിയവിടെ പ്രശ്നമുണ്ടാവും. അതില്ലാതിരിക്കാൻ ഓരോന്നിനും സഞ്ചരിക്കുന്ന റെയിൽ അതിൽ വെച്ചിട്ടുണ്ട്. ആ റെയിലിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. അങ്ങനെ വന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയിൽ വന്ന് ഭൂമി ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ അതിന്റെ റെയിലിലൂടെ വന്ന് നിൽക്കുമ്പോൾ സൂര്യന്റെയും ചന്ദ്രന്റെയും നടക്കിൽ വന്ന് ഇയാളുടെ നിന്ന് കഴിയുമ്പോൾ ഇവിടെ സൂര്യഗ്രഹണം ഉണ്ടാവും, അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം ഉണ്ടാവും. കാരണം എന്താ? സൂര്യന്റെ പ്രകാശം തട്ടിയിട്ട് വേണം ചന്ദ്രന്റെ പ്രകാശിക്കാൻ. സൂര്യന്റെയും ഈ ചന്ദ്രന്റെയും ഇടയിൽ ഭൂമി ഒന്ന് പറയിട്ടാൽ പിന്നെ ചന്ദ്രന്റെ പ്രകാശം ഉണ്ടാവില്ല. അപ്പൊ ചന്ദ്രൻ ഇങ്ങനെ കത്തിരുന്നത്, അപ്പൊ ചന്ദ്രഗ്രഹണം ഉണ്ടാവും. അപ്പൊ ഇതിങ്ങനെ സഞ്ചരിക്കുന്ന വിവിധങ്ങളായ, അതാണ് എല്ലാം അതാതിന്റെ സഞ്ചാരപഥങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ സൂര്യൻ ചന്ദ്രന്റെ സഞ്ചാരപഥത്തിലേക്ക് കടന്നു വരാൻ പാടില്ല, ചന്ദ്രൻ സൂര്യന്റെ സഞ്ചാരപഥത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. കടന്നു വരാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇതിനെ ശക്തമായ ഒരു ആകർഷണ ബലം എല്ലാ ഗോളങ്ങൾക്കും ഉണ്ടാവും. ഇല്ലെങ്കിൽ കൂട്ടിയിരിക്കുന്നു പറഞ്ഞാൽ ഈ ഗോളങ്ങൾ എന്ത് ചെയ്യുന്നത്? ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ എല്ലാ സഞ്ചാരപഥത്തിലും സഞ്ചരിക്കുന്ന ഇവിടുന്ന് സാധനം ഇങ്ങോട്ട് ആകർഷണം വന്നാൽ അത് ഇവിടുത്തെ ഗോളത്തിലേക്ക് വരും. ഇതിങ്ങോട്ട് വന്നാൽ ഒക്കെ കൂട്ടിയിടിച്ചിട്ട് വരും. തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തകരാറാവും. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? സൂര്യൻ ഇപ്പൊ നമ്മൾ സോളാർ പാനൽ വെക്കണ്ട്, വെക്കണില്ലേ? എന്തുകൊണ്ടാണ് നടക്കുന്നത്? സൂര്യന്റെ പ്രകാശം കൊണ്ടാണ്. രാത്രി കാലങ്ങളിൽ ഈ പാലന്റെ യാതൊരു കുഴപ്പമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലാക്കിയിരിക്കുന്ന പോലെ 24 മണിക്കൂർ അതിനകത്ത് കറണ്ടൊന്നും വരുന്നില്ല. ഈ സൂര്യപ്രകാശമുള്ള മാത്രമേ ഇയാൾ വരുള്ളൂ. അപ്പൊ പിന്നെ എന്താ? പകല് നമ്മൾ ഉപയോഗിക്കാം. പകൽ അപ്പൊ കറണ്ട് എടുക്കാതെ രാത്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എടുക്കുന്ന യൂണിറ്റുകൾ ഈ പകൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എടുക്കാത്തത് കൊണ്ട് ഇതുകൊണ്ട് അത് പരിഹരിച്ചു പോകുന്നു. KCBയുടെ കണക്ക് അങ്ങനെയാണ്. അല്ലാതെ രാത്രി കാലത്തേക്കൊന്നും ഇത് ഈ സോളാർ കൊണ്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എന്തിപ്പോ ഈ ഇങ്ങനെ ചൂടുള്ള കാലത്ത് നമുക്ക് എന്ത് ചെയ്യാം? സോളാർ വെച്ചാൽ ഇവിടെ ഇതൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് ആ പകല് നമുക്ക് അതിൽ ഉപയോഗം നടക്കും, രാത്രിയിൽ ആ ഉപയോഗം നടക്കില്ല. അതിനകത്ത് കറണ്ട് കിട്ടില്ല. പിന്നെ അത് ശേഖരിച്ച് വെക്കാൻ പറ്റുന്ന ചില ബാറ്ററികളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അത് ശേഖരിച്ച ആ ബാറ്ററി അതിന് സുരക്ഷിതത്വം അല്ലെന്ന് പറയുന്നു. അപ്പൊ പകുതി കാലത്താണ്. അപ്പൊ സൂര്യനില്ലാതെ നിങ്ങൾക്കറിയാം ഒരു സസ്യം പോലും മുളക്കില്ല. ഇവിടെ ഉണ്ടായ നമ്മൾ നട്ടിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ മുളച്ച് വളർന്ന് എന്ത് ചെയ്യാനുള്ള ഊർജ്ജം അതിനകത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാ രോഗികളും രോഗമില്ലാത്തവരും രാവിലെ ഉദിച്ചു വരുന്ന ഉദയസൂര്യൻ അതിൻ്റെ ആ സൂര്യപ്രകാശം കുറച്ച് ശരീരത്തിൽ എത്തിക്കണം. ശരീരത്തിന് ആവശ്യമായ ധാരാളം ധാതു ലവണങ്ങൾ അതിലൂടെ പിടിച്ചെടുക്കുന്നു. ക്യാൻസർ പോലത്തെ മാരകമായ രോഗത്തിൽ നിന്ന് സുരക്ഷിതത്വം നൽകുന്നു. ഇതേപോലെ വൈകുന്നേരത്തെ അസ്തമാന സൂര്യൻ അതിൻ്റെ പ്രകാശം നമ്മുടെ ശരീരത്തിൽ എത്തിക്കണം. ശരീരം അതിൽ വലിച്ചെടുക്കുന്നുണ്ട്. നമ്മളുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മഞ്ഞപ്പ് മാറാൻ വരെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് തന്നെയാണ് ഇളവെയിൽ കൊണ്ടിരിക്കുക. അപ്പോൾ ആ വെയിൽ രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയത്തോടെ അസ്തമിച്ചു പോകുന്ന സമയത്തോടെ ഈ 2 വെയിലുകളും നമ്മൾ കൊള്ളുന്നത് കൊണ്ട് ധാരാളം ഉപകാരങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ട്. വിറ്റാമിൻ ഡി ഇതിൽ നിന്നാണ് ശരീരം പിടിച്ചെടുക്കുന്നത്. ഇല്ലെങ്കിൽ വിറ്റാമിൻ ഡിയുടെ കുറവ് ശരീരത്തിൽ വന്നാൽ ശരീരത്തിന്റെ പല ഭാഗത്തും കയപ്പുകൾ, വേദനകൾ,
അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മൊത്തത്തിൽ അസ്വസ്ഥതകൾ, തലക്കറക്കം, ശരീരം വിലയ്ക്കൽ തുടങ്ങി പല അസുഖങ്ങൾക്കും കാരണമാണ്. അപ്പൊ വിറ്റാമിൻ ഡിയുടെ പോരായ്മ പരിഹരിക്കാൻ ഏറ്റവും വേണ്ടത് സൂര്യപ്രകാശമാണ്. ഇത് രാവിലെയും വേണം, വൈകിട്ടും വേണം. ഇതിങ്ങനെ കൊള്ളാൻ പറ്റുന്ന സ്ഥലങ്ങൾ വീട്ടിൽ എവിടെയെങ്കിലും സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അവിടെ പോയിരുന്ന് വല്ല പത്രം വായിക്കോ വെറുതെ ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമായ ഊർജ്ജം ഇതിലൂടെ കിട്ടലായി, നമ്മുടെ ശരീരത്തിന് വലിയ ആരോഗ്യമായി, അതോടൊപ്പം പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കലായി. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഇതൊക്കെ സൂര്യനിലൂടെ അല്ലാഹു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സൂര്യൻ ചെറിയതല്ല, ഇതിനകത്ത് ധാരാളം കാര്യങ്ങൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. ഓരോന്നുമായി പഠിക്കുമ്പോൾ ആ പഠനത്തിൽ നമുക്ക് ഇതെല്ലാം മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എല്ലാ ഗോളങ്ങളും അതാതിന്റെ സഞ്ചാര പദത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒന്നും ഒന്നിനെ എന്ത് ചെയ്യുന്നില്ല, മുട്ടുന്നില്ല, ഒന്നൊന്നിലേക്ക് ആകർഷിക്കുന്നില്ല. ആകർഷിച്ചാൽ പരസ്പരം കുഴപ്പമുണ്ടാവും. സമയത്തിരിയാവുമ്പോൾ എല്ലാവർക്കും വേണ്ടിട്ടോ മോദി ഭാഗം ഒന്നുകൂടി ഞാൻ ഓടുകയാണ്. والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. صدق الله مولانا العظيم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുറാഹിമായ അല്ലാഹ്, ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും എൻ്റെ വിശുദ്ധമായ കലാമിനെ എൻ്റെ സുഹൃത്തുക്കളുടെയും അതുപോലെ ഖുർആനിൻ്റെയും ഹൃദയമായ സൂറത്ത് യാസീൻ പഠിക്കാനും അതിൻ്റെ ആശയം മനസ്സിലാക്കാനും വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ച സമയം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൽക്കർമ്മങ്ങളായി നീ സ്വീകരിക്കണേ റഹ്മാനെ. മീസാൻ എന്ന ത്രാസിൽ ഇതിനുവേണ്ടി ഞങ്ങൾ ചിലവഴിച്ച അരമുക്കാൽ സമയം വലിയ പ്രതിഫലമുള്ളതായി, വലിയ കട്ടിയുള്ളതായി, ഭാരമുള്ളതാക്കി ഞങ്ങളുടെ നന്മയുടെ ക്ലാസ് നീ ഭാരമാക്കി നീ ഞങ്ങൾ ആഗ്രഹത്തിൽ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. സ്വർഗം ഞങ്ങൾക്ക് നീ നസീബാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നരകം ഹറാമാക്കണേ റഹ്മാനെ. ഈ മാസത്തിന്റെ ശേഷിക്കുന്ന ദിനരാത്രങ്ങളെ ഈ മാതത്തോടെ കൊണ്ട് നിറയ്ക്കാൻ തൗഫീഖ് തരണേ റഹ്മാനെ. ഞങ്ങളെ പരാജയത്തിലാക്കല്ലേ അല്ലാഹ്, ക്ഷീണിതരാക്കല്ലേ അല്ലാഹ്. ഒരിക്കലും വിവാദത്തുകൾക്ക് തടസ്സം നേടുന്ന ലോകം നിങ്ങൾക്ക് തരല്ല അല്ലാഹ്. റഹ്മാനായ അല്ലാഹ്, ഈ മാസത്തിന്റെ എല്ലാവിധ പുണ്യങ്ങളും ഒരുമിച്ച് കൂട്ടി വരാൻ ഞങ്ങൾ നീ ആക്കണേ റഹ്മാനെ. ഞങ്ങൾ മരണമടഞ്ഞു പോയ ധാരാളം ആളുകൾ ഈ മസ്ജിദിന്റെ കാമ്പൗണ്ടിലും അല്ലാതെയും അടങ്ങി കിടപ്പുണ്ട്. എല്ലാവർക്കും മഴക്കുളത്ത് നൽകണേ റഹ്മാനെ. ഓരോ രാത്രികളിൽ വന്നാൽ നീ ധാരാളം ആളുകളെ തിരിച്ചെത്തി നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലാക്കുന്ന അക്കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളത് മരണപ്പെട്ട സർവ്വരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين بأنواع رحمتك يا أرحم الراحمين. صلى الله تعالى وسلم على نبينا سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد